ഹലോ കൂട്ടുകാരെ, നിങ്ങളെന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ അഡീനിയം കളക്ഷനാണ് കേട്ടോ. മദർ പ്ലാന്റിൻ്റെ കളക്ഷൻസാണ്. ഇത് കണ്ടോ, നല്ല വലിയ കോഡെക്സ് ആയിട്ട് നിൽക്കുന്ന ചെടികളാണ് ഇവയെല്ലാം. ഇവയൊക്കെ ഒരു 3 വർഷത്തിലേറെ പഴക്കമുള്ള ചെടികളാണ് കേട്ടോ. എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ തൈകളായിരുന്ന ചെടികളാണ് ഇവയൊക്കെ. ഇത് കണ്ടോ, ഇത് വേറൊരു വൈറ്റ് കളറ് അഡീനിയം സിംഗിൾ പെറ്റലാണ്. ഇത് വേറൊരു, ഇത് കണ്ടോ, 2-3 വർഷത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെയൊക്കെ കോഡെക്സിൻ്റെ വണ്ണം നിങ്ങൾക്ക് കണ്ടോ. ഇതുപോലെ പെട്ടെന്ന് നമുക്ക് ഏത് ചെറിയ തൈയിനെയും പെട്ടെന്ന് 1 വർഷം 1.5 വർഷം കൊണ്ട് തന്നെ നല്ല വലിപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ കോഡെക്സ് വലുതാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെയ്തു കൊടുത്താൽ മതി. ഈ ഒരു ഞാൻ ആദ്യം കാണിച്ച ഈ ഒരു അഡീനിയത്തിൻ്റെ ചെടി ഉണ്ടല്ലോ, ഇത് മുമ്പ് നട്ടിരുന്ന ഒരു പോട്ടാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ കോഡെക്സ് വണ്ണം വെച്ചിട്ട് ഈ ചട്ടി തന്നെ വിണ്ട് കീറിപ്പോയി. ഇത് വിണ്ട് നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ഞാനിതെടുത്ത് മാറ്റി ഈ ഒരു ചട്ടിയിലേക്ക്, അതിലേറെ കുറച്ചും കൂടെ വലിപ്പമുള്ളൊരു ചട്ടിയിലേക്ക് നട്ടത് കേട്ടോ. ഇത് കണ്ടോ, ഇതെല്ലാം എൻ്റെ അഡീനിയം മദർ പ്ലാന്റിൻ്റെ കളക്ഷൻസാണ്. ഇതുണ്ടോ, ഇത് വേറൊരു സിംഗിൾ പെറ്റൽ തന്നെയാണ്. സിംഗിൾ പെറ്റലിലാണ് ഏറ്റവും കൂടുതൽ പൂക്കളൊക്കെ ആയിട്ടുണ്ടാവുക. മൾട്ടി പെറ്റലിനെക്കാട്ടിലും മൾട്ടി പെറ്റലിൻ്റെ കാളും. ഇത് കണ്ടോ, ഇത് വേറൊരു ചെടിയാണ്. ഈ സിമൻറ്റിൻ്റെ പോട്ടുകളെല്ലാം തന്നെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ ചെടികളാണ് ഇവയെല്ലാം. ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട്. ഇതതിൻ്റെ വേറെ ലൈറ്റ് കളറ്. ഇതതുപോലെ ഇതിൻ്റെ കോഡെക്സ് കണ്ടോ, നല്ല ഭംഗിയാണ്. ഇതൊന്ന് താഴ്ന്നാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ്. ഇനി ഇതിൻ്റെ ഈ പോട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്, അപ്പം നല്ല ഭംഗിയിൽ നമുക്ക് കാണാതെ കണ്ടോ. ഇതിൻ്റെ പൂക്കൾ കണ്ടോ. ഇവയെല്ലാം തന്നെ മദർ പ്ലാന്റുകളാണ് കേട്ടോ. ഇനി ചെറിയ തൈകൾ വേറെയുണ്ട്. ഇത് വേറെ വൈറ്റാണ്. വൈറ്റിൽ തന്നെ 2 വിധമാണ് പൂക്കൾ. ഒന്ന് നല്ല വലിയ പൂക്കളായിട്ടും ഒന്ന് ചെറിയ പൂക്കളായിട്ടുള്ള ചെടികളുണ്ട്. ഇതെല്ലാം എൻ്റെ കളക്ഷൻസാണ്. ഇത് അഡീനിയം ഞാൻ കമ്പ് നട്ടതാണ് കേട്ടോ. ഇതൊക്കെ ഇതിൻ്റെ തൈകളാണ്. വിത്ത് പാകി ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഇവയൊക്കെ. ഏറ്റവും സിമ്പിളായി വളർത്താൻ പറ്റുന്ന ഒരു ചെടി ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പോൾ അഡീനിയാണ്. കൂടുതൽ വെള്ളം വേണ്ട, കൂടുതൽ കെയറിങ് വേണ്ട. ഒരു 15 ദിവസം കൂടുമ്പോൾ ഇതിന് വളം ചെയ്തു കൊടുത്താൽ മതി. അധികം കൂടുതൽ കെയറിങ്ങും ഒന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണ് അഡീനിയം എന്ന് പറയുന്നത്. വെള്ളം അധികം വേണ്ട. വെള്ളമില്ലാത്തവർക്ക് ഈ വേനൽക്കാലത്ത് പുഷ്പിക്കുന്ന ഇതാണ്. നല്ല വെയിലാണ് ഈ ചെടിക്ക് ആവശ്യം. അപ്പോൾ വെയിലത്ത് കൂടുതൽ വെള്ളമില്ലാത്തവർക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് അഡീനിയം. ഇതുപോലെയുള്ള ചട്ടിയിൽ നിന്നും മാറ്റി നട്ടതാണ് കേട്ടോ. അത് ഞാൻ ഈ ചെടികളെല്ലാം തന്നെ ഇതിൻ്റെ വലിയ പോട്ടിലേക്ക് മാറ്റി നടാനുള്ളതാണ്. ഇതിൻ്റെ കോഡെക്സ് വലുതായി തിങ്ങിയിട്ടാണ് ഈ ചട്ടി കണ്ടില്ലേ പൊട്ടിപ്പോയത്. ഇതൊന്നും മാറ്റി നട്ടതാണ് കേട്ടോ. ഇതൊന്നും അതുപോലെ ഇത് ഞാൻ ഇതുപോലെ ഈ ചട്ടിയിൽ നിന്നും മാറ്റി നട്ടതാണ് കേട്ടോ. ഇത് ഞാൻ മാറ്റി നട്ട് അതിന് ശേഷം ഇത് ഗ്രാഫ്റ്റ് ചെയ്തതാണ്. നല്ല റോസി വെറൈറ്റി അഡീനിയം ചെടി ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കമ്പുകളിൽ. കണ്ടോ, എങ്ങനെയുണ്ട് ഈ കോഡെക്സ് കാണാൻ? കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഇത് ഞാൻ 2 വർഷം മുൻപ് ഞാൻ ചെറിയൊരു കമ്പ് നട്ട് പിടിപ്പിച്ചിട്ടുള്ളതാണ് ഈ ഒരു ചെടി. കണ്ടോ, ഇത് കണ്ടാൽ കമ്പ് നട്ടതാണെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ചെറിയൊരു വണ്ണത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട് എന്നല്ലാതെ കണ്ടോ, ഇതിൻ്റെ കോഡെക്സ് കണ്ടോ,
നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനി ഇതിൽ നല്ല റോസി വെറൈറ്റി പൂക്കളും കൂടെ വിരിയുമ്പോൾ അതിൻ്റെ വീഡിയോയും ഞാൻ ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ.